വടക്കു ഭാഗത്തൊക്കെ ഒരു ചൊല്ലുണ്ട്, മോൻ ചത്താലും വേണ്ടില്ല മരുമോളുടെ കണ്ണീര് കണ്ടാൽ മതിയെന്ന്. നമ്മുടെ കോൺഗ്രസുകാരെ ചില നയങ്ങൾ കാണുമ്പോൾ അതാണ് ഓർമ്മ വരുന്നത്. അവർക്ക് ഏറ്റവും കൂടുതൽ ശത്രുതയുള്ളത് ഇടതുപക്ഷത്തിനോടാണ്. ബി ജെ പിക്കാരെയും കണ്ടുകൂടെങ്കിലും ശത്രുവിന്റെ ശത്രു മിത്രമാണെന്നാണല്ലോ. അപ്പൊ പിന്നെ പറ്റിയ വഴി അവരെ കൂട്ടുപിടിച്ച് ഇടതുപക്ഷത്തിനൊരു പണി കൊടുക്കുക എന്ന് തന്നെയാണ്. ഈ പാമ്പിനെയൊക്കെ വിഷം കൊടുത്തു പോറ്റുന്നത് പോലെയാണ് സംഭവമെങ്കിലും ഒരു തൽക്കാല ആശ്വാസത്തിന് വേണ്ടി ഈ മണ്ട ശിരോമണികൾ ചെയ്യുന്നത് ഇതാണ്. ഇതിന്റെയൊക്കെ ഇടയിൽ ഈ പാവം ജനങ്ങൾ എന്തു പിഴച്ചു എന്നത് ആരും ശ്രദ്ധിക്കുന്നില്ല. ബി ജെ പി പോലെ ഒരു വിഷം കേരളത്തിൽ വളർത്തുന്നതിലൂടെ കേരളത്തിന് സംഭവിക്കാൻ പോകുന്ന അപകടത്തെക്കുറിച്ച് ഇവരൊട്ടും ബോധവാന്മാർ അല്ല എന്ന് വേണം പറയാൻ. ബി ജെ പിക്ക് മണ്ണൊരുക്കുന്നത് കോൺഗ്രസ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലേഖനത്തിൽ കുറിക്കുകയുണ്ടായി. ബി ജെ പിയെ ജയിപ്പിച്ചതിൽ പ്രധാന ഘടകമായത് മതനിരപേക്ഷ വോട്ടുകൾ ഭിന്നിപ്പിച്ച കോൺഗ്രസിന്റെ ശിഥിലീകരണ തന്ത്രമാണെന്നും ബി ജെ പിയെ എതിർക്കുന്ന മറ്റു പ്രതിപക്ഷ പാർട്ടികളോട് കോൺഗ്രസ് സ്വീകരിക്കുന്നത് ധാർഷ്ട്യം നിറഞ്ഞ സമീപനമാണെന്നും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മാത്രമല്ല നയങ്ങളിൽ പോലും വെള്ളം ചേർത്ത് കോൺഗ്രസ് വർഗീയതയുമായി സന്ധി ചെയ്യുകയാണെന്നും അദ്ദേഹം വിമർശിക്കുകയുണ്ടായി. ഇതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത് എന്നും മുഖ്യമന്ത്രി ആരോപിക്കുകയുണ്ടായി. 2015-ലും 2020-ലും കോൺഗ്രസിന് ഡൽഹിയിൽ ഒരു സീറ്റ് പോലും ലഭിച്ചിട്ടില്ല. കോൺഗ്രസിന്റെ വാക്ക് ഒരു വഴിക്ക്, പ്രവൃത്തി മറ്റൊരു വഴിക്ക് എന്ന് വിമർശിച്ച അദ്ദേഹം യഥാർത്ഥ മതനിരപേക്ഷ പാർട്ടികൾക്ക് കോൺഗ്രസിനെ വിശ്വസിക്കാനാവുമോ എന്നും ചോദിക്കുകയുണ്ടായി. തങ്ങളാണ് ബി ജെ പിയെ തോൽപ്പിക്കാൻ പ്രാപ്തരായ പാർട്ടി എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടെങ്കിൽ ഈ സമീപനമാണോ സ്വീകരിക്കുക? ദില്ലിയിൽ ആം ആദ്മി പാർട്ടിയെ ജയിപ്പിക്കുന്നത് തങ്ങളുടെ ജോലിയല്ലെന്നാണ് അവരുടെ നേതാക്കൾ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ബി ജെ പിയെ ജയിപ്പിക്കുന്നതാണ് ജോലി എന്നല്ലേ അവർ പറഞ്ഞതിന്റെ മറുവശം എന്ന് അദ്ദേഹം ലേഖനത്തിൽ ചോദിച്ചു. ഇന്ത്യൻ രാഷ്ട്രീയം എന്നൊരു വഴിത്തിരിവിലാണ് നിൽക്കുന്നതെന്ന് വേണം പറയാൻ. ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദർശങ്ങളും ഭരണഘടനാ മൂല്യങ്ങളും കനത്ത വെല്ലുവിളി തന്നെയാണ് നേരിടുന്നത്. മതനിരപേക്ഷത നമ്മുടെ രാജ്യത്തിന്റെ തന്നെ അനിവാര്യമായ ഘടകമെന്നിരിക്കെ ഒരു പ്രത്യേക മതത്തിന് മാത്രം പ്രാധാന്യം നൽകിയിട്ടുള്ള രാഷ്ട്രീയമാണ് ബി ജെ പിക്കാർ. രാജ്യത്ത് മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നതും ഇവർ ഇത് തന്നെയാണ്. രാജ്യം നേരിടുന്ന ഈ വിപത്ത് മുൻകൂട്ടി കാണുവാനും ആശയതലത്തിലും തെരഞ്ഞെടുപ്പുകളിലും നിയമവേദികളിലും മതനിരപേക്ഷത നേരിടുന്ന വെല്ലുവിളികളെ ചെറുത്തു നിൽക്കാനും ഇടതുപക്ഷം എപ്പോഴും മുൻനിരയിൽ തന്നെയുണ്ട്. ഇതൊക്കെ തന്നെയാണ് ബി ജെ പിക്കാരെ ഇടതുപക്ഷത്തിന്റെ പ്രധാന എതിരാളികളാക്കി മാറ്റുന്നതും. കേരളത്തിൽ ഇടതുപക്ഷം ഉള്ളിടത്തോളം കാലം അവരുടെ പരിപ്പ് വേവില്ല എന്നവർക്കറിയാം. അതിനവർ നടത്തുന്ന നാടകമാണ് കോൺഗ്രസുകാരോടുള്ള കപട സ്നേഹം. അതിവർ മനസ്സിലാക്കുന്നില്ല. നിലവിലെ സാഹചര്യത്തിൽ ഭൂരിപക്ഷ വർഗീയത എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബി ജെ പി കൂടുതൽ നിയമസഭകൾ കൈയടക്കിയാൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവി എന്തായിരിക്കുന്നതിൽ കോൺഗ്രസിന് തെല്ലും ആശങ്കയില്ല എന്നത് അത്ഭുതപ്പെടുത്തുന്നു. യഥാർത്ഥത്തിൽ രാജ്യസഭയിൽ മേധാവിത്വം ഉറപ്പിക്കാനും തങ്ങളുടെ അജണ്ടയ്ക്ക് അനുസൃതമായി ഭരണഘടന തന്നെ മാറ്റാനുമുള്ള ബി ജെ പി ലക്ഷ്യങ്ങൾക്ക് എതിരു നിൽക്കുകയല്ലേ കോൺഗ്രസ് ചെയ്യുന്നത്. രാഷ്ട്രീയം വേണം, അധികാരത്തിൽ വരണമെന്ന ആഗ്രഹവും വേണം. പക്ഷെ അതിനേക്കാൾ കൂടുതൽ വേണ്ടത് സ്വന്തം നാടിനോടുള്ള സ്നേഹമാണ്. എങ്ങനെയെങ്കിലും അധികാരത്തിൽ കയറിയാൽ മതിയെങ്കിൽ അതോടുകൂടി നഷ്ടമാവുന്നത് ഒരു രാജ്യത്തിന്റെ സന്തോഷവും സമാധാനവുമാണെങ്കിൽ ഈ ചെന്നായ കൂട്ടങ്ങളോട് കൂട്ടുകൂടുമ്പോൾ ഒന്നല്ല 1000 വട്ടം ചിന്തിക്കണം.